ഹലോ ഗൈസ്, എല്ലാവർക്കും റഡാർ പിടിച്ചോടെ എന്ത് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഐരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഐരാപുരത്തെ പെറ്റ്സ് ഫാമിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫാമിൻ്റെ ഓണറായ സൈറസിനെ നമ്മുടെ ഒരു ഷോയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ചേട്ടൻ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ചേട്ടൻ നമ്മുടെ ഒരു ഫാമിൽ എത്ര വെറൈറ്റി പെറ്റ്സിനെ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ മിക്സഡ് പെറ്റ്സ് ഫാമാണിത്. ഓക്കെ. ഇവിടെ ചെയ്യുന്നത് പപ്പീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റാബിറ്റ്സ്, ജർമ്മൻ അങ്കോറ, മിനി ലോപ്പ്, അങ്ങനെ റാബിറ്റ്സ് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പീജിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാംസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ മെയിൻലി നമ്മൾ ചെയ്യുന്നത് എക്സോട്ടിക് പൗൾട്രീസ് ആണ്, അലങ്കാര കോഴികളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ? നമുക്കിന്ന് ഇവ ഏകദേശം നമുക്കൊരു 60 വെറൈറ്റി അലങ്കാര കോഴികൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫാമിൽ ഓൺ ഫാമിലുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഷോ ചെയ്യുന്നത് ഒരു 20-21 വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നതെല്ലാം ഹൈ ബഡ്ജറ്റിലുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇത്രയും വെറൈറ്റി ഐറ്റംസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് കാണാൻ പോകുന്നതെല്ലാം ഹൈ ബഡ്ജറ്റ് ആണ്. പക്ഷെ നമുക്കിവിടെ ലോ ബഡ്ജറ്റ് തൊട്ട് ലോ വോളിയം തൊട്ട് ഹൈ വോളിയം വരെയുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ല. അതായത് ഒരു തുടക്കക്കാരനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും മേടിക്കാൻ പറ്റിയതും അതിൽ ക്യാഷ് ഉള്ളവർക്ക് മേടിക്കാൻ പറ്റിയത് ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലും. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അപ്പം എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഷുവർ. ചേട്ടൻ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കോഴി ഏതാണ്? ഇത് നമുക്ക് ഡോങ് ടൗൺ ആണ് ഈ കോഴിയുടെ പേര്. ഓക്കെ. ഇതിന് ഡ്രാഗൺ ചിക്കൻ എന്നും പറയും. ഇവരുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാമാണ് നാട്. ഓക്കെ. നമുക്കിത് ഇന്ത്യയിൽ വളരെ എൻ്റെ അറിവിൽ തന്നെ ഒത്തിരി വളരെ കുറവാണ് ഇതിൻ്റെ അവൈലബിലിറ്റി. റെയറാണ് സംഭവം, ഭയങ്കര റെയറാണ് ഈ പീസ്. ഓക്കെ. ഇത് നമുക്ക് ഏകദേശം ഓപ്പൺ മാർക്കറ്റിൽ US ഡോളർ ഒരു $2,500 മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. ഇത് നമ്മളിത് എടുത്തപ്പോൾ തന്നെ നമ്മളൊരു 1.5 months നമ്മളിതിൻ്റെ ചിക്സിനെ എടുത്തത്. അപ്പോൾ ഇതിന് അന്ന് നമുക്ക് ഒരു 60,000 നമ്മൾ പേ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ഏകദേശം ബ്രീഡിംഗ് പെയർ വന്നിട്ട് തന്നെ ഒരു 1,50,000 പ്രൈസ് ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണ് ചേട്ടാ? ഇവരുടെ പ്രത്യേകത ഇവരുടെ കാലിൻ്റെ തന്നെയാണ് പ്രത്യേകത. കാല് നല്ല രീതിയിൽ ഡ്രാഗൺ ചിക്കൻ നമുക്ക് ഗൂഗിൾ ചെയ്ത ഇതിൻ്റെ ഫുൾ സൈസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഡങ് ടൗൺ ആണ് അതിന്റെ പേര്. പിന്നെ ഒരു ഹെയർ ഒക്കെ ഇവര് മെയില് വന്നിട്ട് ഇനിയിപ്പോ കൂടുതൽ റെഡിഷ് ആവും. ഇതിന്റെ ഫെദേഴ്സ് ഒക്കെ കുറഞ്ഞു വരും. ഒരു എന്താ പറയാ, ഒരു ഇറച്ചി കഷ്ണം പോലെ തന്നെ ഇരിക്കും ഇവര്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഇതിന്റെ കാല് നമ്മുടെ ഇപ്പൊ മന്ത് പോലെ എന്ന് പറയും, അത്രയ്ക്ക് സൈസ് ആയിട്ട് വരും. ഇതിപ്പോ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് 6 monthsiനുള്ളിൽ നമുക്ക് ഇതിന്റെ ചിക്സ് അവൈലബിൾ ആയിട്ട് നമ്മുടെ 2 ബ്രീഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 6 monthsiനുള്ളിൽ നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ചിക്സിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഈ ബ്രീഡിന്റെ നെയിമാണ് സ്പാനിഷ് വൈറ്റ് ഫേസ്. ബ്രീഡിന്റെ നെയിം. ഓക്കെ. ഇതിന്റെ രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. ഓക്കെ. ഇത് നമുക്ക് ഇപ്പോൾ ചിക്സ് ഇതിന്റെ അവൈലബിൾ ഉണ്ടല്ലേ? അവൈലബിൾ ആണ് ഇതിന്റെ. ഓക്കെ. ചേട്ടാ, മാർക്കറ്റ് റേറ്റ് ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? ചിക്സ് വന്നിട്ട് ഒരു 15,000 15,000 രൂപ നമുക്ക് ചിക്സിന് വന്നിട്ട്. ഏത് പ്രായത്തിലുള്ള ചിക്സിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്? 2.5 months ചിക്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഭയങ്കര റെയർ പീസാണ്, ആരുടെയും കയ്യിലില്ല, അധികം ഇല്ലാത്തതാണല്ലോ, റെയർ ആയിട്ട് കാണുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇതിന്റെ ഈ കാതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഫുൾ ബ്ലാക്കില് വൈറ്റ് വരുന്ന കാതാണ് ഇവരുടെ. സ്പാനിഷ് വൈറ്റ് ഫേസ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ. ആ റെഡും വൈറ്റും കോമ്പിനേഷൻ ആയിട്ട് നിൽക്കാനുള്ള. അതെ. അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് ഈ ടൈമിൽ ചിക്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഈ ബ്രീഡിന്റെ നെയിം മലേഷ്യൻ സെറാമ എന്നാണ്. ഇത് വളരെ ഷോർട്ടായിരിക്കും. നമുക്കിന്ന് ലോകത്തിൽ തന്നെ ഒരു ചെറിയ കോഴികളിൽ ഒരു ബ്രീഡിൽ വരുന്ന ഒരു ഐറ്റമാണിത്. ഓക്കെ. ഇതിൻ്റെ കൺട്രി വരുന്നത് മലേഷ്യയാണ്. ഇത് ടേബിൾ ഫൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. വളരെ ഷോർട്ടായിരിക്കും. ഇപ്പൊ ഈ വലുപ്പത്തിൽ നിന്ന് എന്തോരം വലുപ്പം വരും? ഇതിന് ഒന്നുകൂടി ഷേപ്പ് ആവുള്ളൂ. അതിൽ നിൽക്കുന്ന വലുതിന് പ്രായം, അതാണ് അതിന്റെ മാക്സിമം സൈസ് അല്ലേ? ഓക്കെ. ഈ പ്രായത്തിൽ നമ്മൾ എന്ത് റേറ്റിനാണ് നമ്മൾ ചേട്ടോട് സെയിൽ ചെയ്യുന്നത്? ഇത് ഞാൻ ഇവിടെ പ്രായത്തിന് ഒരു 14,000 രൂപയ്ക്കാണ് പെയർ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇത് അവൈലബിൾ ആണ് നമുക്ക് ചിക്സ്. ഈ ചിക്സ് ഉൾപ്പെടെ നമുക്ക് സെയിലിനുള്ളതാണ്. ഓക്കെ. ചേട്ടൻ, നമ്മളിപ്പോ ഈ ഒരു സംഭവം എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.
കേരളം ഇപ്പോൾ ഒരു ട്രെൻഡ് ആയേക്കുവാണ്. നമുക്ക് കേരള എവിടെ നിന്നും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കേരളയിൽ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. അതിനകത്ത് ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവരുടെ കയ്യിൽ സേഫ്ലി നമുക്ക് പാർട്ടിയുടെ കയ്യിൽ ഐറ്റംസ് കൊടുക്കാൻ പറ്റും. ഈ ബ്രീഡിൻ്റെ നെയിമാണ് മോഡേൺ ഗെയിം ബാൻഡം. പെൻസിൽ ലെഗ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ മെയിൻ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കാലിൻ്റെ ആ നീളം ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇംഗ്ലണ്ട് ബേസ്ഡ് ആണ് ഇതിൻ്റെ കൺട്രി. ഇത് ഈ മെയിൽ തന്നെ ഒരു തുർക്കിയിലുള്ളൊരു ഷോയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചതാണ് ഈ ഒരു മെയിൽ അല്ലേ. ഇതിൻ്റെ ചിക്സ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. നമുക്ക് ചിക്സ് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ഏകദേശം എന്ത് റേറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 60,000 രൂപ പെയറിന് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നല്ല പൈസ എന്തായാലും വരാൻ ചാൻസ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇത് കുക്കു അമേരിക്കൻ ബ്രസിലർ എന്ന് പറയും. ഇത് വളരെ റെയറാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കളറ് അമേരിക്കൻ ബ്രസിലറിൽ ഈ ഒരു കളറ് നമുക്കിപ്പോൾ കേരളത്തിൽ വളരെ കുറച്ചുള്ളൂ. നമ്മുടെ കയ്യിലാണ് എനിക്ക് തോന്നുന്നു, വേറെ ആരുടെയും കയ്യിൽ ഈ ഒരു കളറ് അവൈലബിൾ അല്ല. അപ്പോൾ ഇത് കുക്കു അമേരിക്കൻ ബ്രസിലർ ഇതിൻ്റെ പേര് വന്നിട്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഈ ഒരു പെയർ, ഇതൊരു അഡൾട്ട് പെയറാണ്, ബ്രീഡിങ് ആയിട്ടില്ല. ഈ ഒരു അഡൾട്ട് പെയറിന് നമുക്കൊരു 25,000 ഒക്കെ കോട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ചിക്സിനൊക്കെ വരുമ്പോൾ ഒരു 10 രൂപ 10,000 ഒക്കെ വരും ചിക്സിനൊക്കെ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ചിക്സ് അവൈലബിൾ ആണ്, നമുക്ക് ചിക്സ് അവൈലബിൾ ആണ്. ഈ കളേഴ്സിൽ അവൈലബിൾ ആണോ? ഈ കളറിൽ തന്നെ അവൈലബിൾ ആണല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്സിനെ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിൻ്റെ ഈ ബ്രീഡ് നെയിമാണ് പോളിഷ് ക്യാപ്പ്, ഫ്രിൽഡ് പോളിഷ് ക്യാപ്പ് എന്ന് പറയും. ഓക്കെ ഇത് തന്നെ ഫ്രിൽഡ് പോളിഷ് ക്യാപ്പിൽ തന്നെ വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. അപ്പോൾ ഇത് വലിയ സൈസാണ്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മിനിയേച്ചർ ഫ്രിൽഡ് പോളിഷ് ക്യാപ്പ് ഉണ്ട്. ഇതിന് തന്നെ ഷോർട്ട് ഉണ്ട് അല്ലേ? ഇതിൻ്റെ തന്നെ ഷോർട്ട് ഉണ്ട്. ചേട്ടത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ചിക്സ് അവൈലബിൾ. എന്ത് റേറ്റ് ആണ് നമ്മൾ പറയുന്നത്? ഇത് വരുമ്പോൾ ജെയിൻ സൈസ് തന്നെ വരുമ്പോൾ ജെയിൻ സൈസിനാണ് റേറ്റ് കുറവ്. ഒരു 15 രൂപ തന്നെ ജെയിൻ സൈസിനും റേറ്റ് വരുന്നുണ്ട്. എത്ര മാസത്തില്? ഒരു അഡൾട്ട്, ഏകദേശം ഒരു അഡൾട്ട് സെമി അഡൾട്ടിനൊക്കെ ഒരു 15,000 രൂപ റേറ്റ് വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഇതിന്റെ മിനിയേച്ചർ വരുമ്പോൾ ഒരു 20,000 വരുന്നുണ്ട് റേറ്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ബേബീസിനെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ച് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ ഫ്രില്ല് തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രില്ലിൽ തന്നെ ഇതിനോട് വലിപ്പം കൂടിയത്, അതായത് ഫ്രില്ലിൽ തന്നെ ഇവർക്ക് ഇത്തിരി വലിപ്പം കൂടിയ കളറുകളാണ് മാത്രം. ഇതിന്റെ മിനിയേച്ചർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മിനിയേച്ചർ ടൈപ്പിനെ നമുക്ക് കാണാം. ഇത് പോളിഷ് ക്യാപ്പിൽ തന്നെ ബ്ലാക്ക് വൈറ്റ് ക്രസ്റ്റഡ് ഫ്രിൽഡ് പോളിഷ് ക്യാപ്പാണ്. മറ്റേത് ബഫ്ലേസ്ഡ് മിനിയേച്ചർ ഫ്രിൽഡ് പോളിഷ് ക്യാപ്പാണ്. ഇവർ മിനിയേച്ചർ സൈസാണ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ ജെയിൻ സൈസ് അല്ല, ചെറിയ മിനിയേച്ചർ സൈസാണിത്. ഇവരുടെ ചിക്സ് നമുക്ക് അവൈലബിൾ ആണ്, ഷോർട്ട് ആയിരിക്കും. ഇതിൻ്റെ ബേബീസ് അവൈലബിൾ ആണ് നമ്മുടെ? ഇതിൻ്റെ ബേബീസ് അവൈലബിൾ ആണല്ലേ. ഓക്കെ. ഈ ബ്രീഡിൻ്റെ പേരാണ് യോക്കോഹാമ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെയിലിന് നല്ല ലെങ്തി ടെയിലായിരിക്കും. പിന്നെ അതിൻ്റെ ആ ഷീൽഡിൽ വന്നേക്കുന്ന ആ ഒരു മാർക്കിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭംഗി കാണിക്കുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ നമുക്കൊരു 3 ഫീറ്റ് വരെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ടെയിലിന് ലെങ്ത്ത് കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ കാലുകൾ വന്നിട്ട് നല്ല പ്യുവർ വൈറ്റ് കാലുകളായിരിക്കും. ഇത് ജർമ്മനാണ് ഇതിൻ്റെ കൺട്രി. ഓക്കെ ചേട്ടാ, ഇത് നമ്മുടെ അവൈലബിൾ ആണ്? ഇത് അവൈലബിൾ ആണ്, കുഞ്ഞുങ്ങൾ അവൈലബിൾ. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമുക്കൊരു പെയറിന് 4,000 രൂപയൊക്കെ റേറ്റ് വരും. ഒരു നോർമൽ റേറ്റ് ആണ്? ഓക്കെ. അവൈലബിൾ ആണല്ലോ? അവൈലബിൾ ആണ്, ചിക്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇത് ജെറ്റ് ബ്ലാക്ക് അമേരിക്കൻ സിൽക്കിയാണ്. ഇത് പക്ക ഇമ്പോർട്ടൻ്റ് ലൈനേജ് ആണ്, നല്ല ടോപ്പ് ക്വാളിറ്റി അമേരിക്കൻ സിൽക്കിയാണിത്. ഓക്കെ. ഇതിന് ഏകദേശം നമുക്കൊരു അഡൾട്ട് പെയറിന് വന്നിട്ടൊരു 15,000 രൂപ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ചിക്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, നമുക്ക് ക്വാണ്ടിറ്റി കുറവാണ് ഇതിൻ്റെ. അതായത് നമുക്ക് പേരൻറ്റ് സ്റ്റോക്ക് എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ കുറച്ച് അവൈലബിൾ ആണ്. ഓക്കെ. ചേട്ടാ, ഇതിൻ്റെ എത്ര കളേഴ്സ് നമ്മുടെ അവൈലബിൾ? ഇതിൻ്റെ കയ്യിൽ ബ്ലൂ ഉണ്ട്. ഇത് സെയിം ക്വാളിറ്റി നമ്മുടെ കയ്യിൽ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ചെക്കർ വരുന്നുണ്ട്, കുക്കു കളർ വരുന്നുണ്ട്. ഈ സിൽക്കിൽ തന്നെ സെയിം ക്വാളിറ്റിയിലുള്ള പ്യുവർ ബ്രീഡ് ആയിരിക്കും വരുന്നുണ്ടല്ലേ. ഓക്കെ. ഇത് വൈറ്റ് ക്രസ്റ്റഡ് മിനിയേച്ചർ പോളിഷ് ക്യാപ്പാണ്. ഇത് നോർമൽ പോളിഷ് ക്യാപ്പിനേക്കാളും വളരെ മിനിയേച്ചർ ആയിരിക്കും.
ഇതിൻ്റെ ആ തലയിൽ കാണുന്ന വൈറ്റ് ഷെയ്ഡ് കൂടുതലായിരിക്കും ഇതിന്. ഇത് നമുക്ക് അവൈലബിൾ ആണ്, ചിക്സൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം എന്ത് റേറ്റ് വരണ്ടേ ചേട്ടാ ഇതിന്? വൈറ്റ് ക്രസ്റ്റഡ് ഏകദേശം ഒരു ബ്രീഡിംഗ് പെയറിന് ഒരു 20,000 വരുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ഇപ്പോൾ എത്ര മാസത്തെ കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത്? 6 ഡേ ഓൾഡ് മുതൽ കൊടുക്കാനുണ്ടല്ലേ? ഓക്കെ ഓക്കെ. കേരളത്തിലെവിടെയും, കേരളത്തിന് പുറത്ത് എവിടേക്കും വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കണം? കേരളത്തിന് പുറത്തും കേരളത്തിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണല്ലേ? അതിന് എക്സ്ട്രാ ഫീ ആയിരിക്കുന്നു മാത്രം? അതെ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവില്ല, എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഈ ബ്രീഡിൻ്റെ പേരാണ് ബ്ലാക്ക് കോപ്പർ മറൈൻ. ഇതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല, അതിൻ്റെ അടുത്തിരിക്കുന്ന എഗ്ഗ് തന്നെ കണ്ടാൽ അറിയാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നാടൻ കോഴിയുടെ ലുക്കാണെങ്കിലും പക്ഷെ അതിൻ്റെ എഗ്ഗിൻ്റെ കളർ വന്നിട്ട് ചോക്ലേറ്റ് കളറായിരിക്കും. ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതിൻ്റെ കളറ്. ഇതിൻ്റെ ചിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതെ. റേറ്റ് പറയാ? ഇത് നമുക്കൊരു 2 months ചിക്സ് വന്നിട്ട് ഒരു 10,000 ഒക്കെ വരും പെയർ. 10,000 അല്ലേ പെയർ റേറ്റ്? ഒരു മെയിലും ഫീമെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. മെയിലും ഫീമെയിലായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം 10 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ചിക്സ് അവൈലബിൾ ആണ്. അവൈലബിലിറ്റി ഉണ്ടല്ലേ? ഇത് പോലീസ് ക്യാപ്പിൽ തന്നെയുള്ളൊരു വെറൈറ്റിയാണ്, ഒരു ഫസ്റ്റ് വെറൈറ്റിയാണ് ഇപ്പോൾ ഇത്. ഓക്കെ. ഇതിന് കുക്കു പോലീസ് ക്യാപ്പ് എന്ന് പറയുന്നത്, വൈറ്റ് ക്രസ്റ്റഡ് കുക്കു പോലീസ് ക്യാപ്പ്. ഇതും മിനിയേച്ചറാണ് കേട്ടോ, ഷോർട്ടാണ്, മിനിയേച്ചർ ആണ്. ഇത് നല്ല പ്രൈസ് വരുന്നത് ഒരു 20,000 ഒക്കെ പെയർ വരുന്നതാണ്, ബ്രീഡിംഗ് പെയർ വരുന്നുണ്ടല്ലേ? നമുക്ക് ഇതിന്റെ ചിക്സ് ഇവിടെ അവൈലബിൾ ആണ്? ചിക്സ് അവൈലബിൾ ആണ്. ഇതിന്റെ എത്ര ടൈപ്പ് കളേഴ്സ് വരുന്നുണ്ട്? ഇതിന്റെ പോലീസ് ക്യാപ്പിൽ തന്നെ ബഫ്ലേസ്ഡ് വരുന്നുണ്ട്, സിൽവർ പോലീസ് ക്യാപ്പ് വരുന്നുണ്ട്, ഗോൾഡൻ പോലീസ് ക്യാപ്പ്, കുക്കു പോലീസ് ക്യാപ്പ്, ബ്ലാക്ക് പോലീസ് ക്യാപ്പ്, വൈറ്റ് പോലീസ് ക്യാപ്പ്, ബ്ലൂ പോലീസ് ക്യാപ്പ്, അങ്ങനെ പല ടൈപ്പ് പോലീസ് ക്യാപ്പ് കളേഴ്സിൽ പോലീസ് ക്യാപ്പ് ഒത്തിരി വരുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണല്ലേ? ഓക്കെ. ഇത് ജാപ്പനീസാണ്. ജാപ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഷോർട്ടായിരിക്കും ഇവരുടെ കാല് നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല ശരിക്കും. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ബ്രീഡാണ് ജാപ്പനീസ് ബാൻഡ് എന്നാണ് പറയുന്നത്. ഇതിന് കാലിന് ഒട്ടും ഹൈറ്റ് ഉണ്ടാകത്തില്ല. ഇതിൻ്റെ തന്നെ ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ഫീമെയിൽ വന്നിട്ട് ബ്ലൂ, മെയിൽ വന്നിട്ട് വൈറ്റും ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ലൈനേജ് ആണ്. ഇതിപ്പോൾ ഈ പെയർ നമുക്ക് സെയിലുള്ള പെയറാണ്. നമുക്കിത് ഒരു 7,000 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. 7,000 കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇതിന്റെ ബേബീസ് ഇവിടെ അവൈലബിൾ ആണോ? ജാപ്പനീസ് നമുക്ക് ഈ കളറിന്റെ അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോട്ടിൽഡ് ജാപ്പനീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം. മോട്ടിൽഡ് ജാപ്പനീസ് ബാൻഡ് ചിക്സ് ഒക്കെ അവൈലബിൾ ആണല്ലേ? ഈ ബ്രീഡിന്റെ പേര് കൊഷാമോ എന്നാണ്. കൊഷാമോ അല്ലേ? ഇതിൻ്റെ കൺട്രി എന്ന് പറയുമ്പോൾ ജപ്പാനാണ്. ഓക്കെ. ഇവർ നമുക്കിപ്പോൾ മറ്റു കോഴികൾ ബ്രീഡ് ചെയ്യിക്കുന്നത് പോലെ കൂടുതൽ ഫീമെയിൽസിനെ ഇട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ബ്രീഡ് ആവില്ലാത്തൊരു ബ്രീഡാണിത്. അതായത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫീമെയിൽസിനെ കൂടുതൽ ആഡ് ചെയ്താൽ ഇവരങ്ങനെ ബ്രീഡ് ആവത്തില്ല. എപ്പോഴും ഒരു ഫീമെയിലായിട്ടാണ് മെയിൽ സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ. ശരിക്കും നമ്മൾ അസീലിന്റെ ഒരു ഷോർട്ട് ബേർഡ് പോലെ നമുക്ക് തോന്നാം. അതെ, ഷാമോ ബ്രീഡാണ്. ഷാമോ. ഈ ഷാമോ ബ്രീഡ്സിൽ ഒത്തിരി വേറെ വെറൈറ്റീസും ഉണ്ട്. ഇത് കൊഷാമോയാണ്. ഇത് നല്ല ഷോർട്ടായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ അത്യാവശ്യം റെയറാണ്. ഇത് വന്ന ടൈമിൽ അത്യാവശ്യം അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഇതിന് ഏകദേശം ബ്രീഡിംഗ് പെയർ വന്നിട്ട് ഒരു 20,000 വരും. ചിക്സ് വന്നിട്ട് ഒരു 12,000 രൂപയൊക്കെ പെയർ വിലയുണ്ട്. ചിക്സ് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ നിലവിൽ. അതെ. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് നോർമൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ബ്രീഡാണ്. ഗെയിം ബാൻഡം എന്ന് പറയും. ഈ ഗെയിം ബാൻഡും തന്നെ ഇന്ത്യൻ സെറാമ എന്നും പറഞ്ഞ് അറിയില്ലാത്തവർ പറയുന്നുണ്ട്. പക്ഷേ സെറാമയായിട്ട് ഇത് ഒത്തിരി സൈസ് ഡിഫറൻസ് ഉണ്ടാവും. വളരെ മിനിയേച്ചറാണ്. അതിൻ്റെ ഒരു ഷോൾഡറിൻ്റെ സൈസാണ് സെറാമയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഇത് ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി അറിവില്ലാത്തവർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗെയിം ബാൻഡും സെറാമ ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇവർ തമ്മിൽ ഒത്തിരി സൈസ് ഡിഫറൻസ് ഉണ്ട്, ഷേപ്പും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിനൊരു 5,000 രൂപയൊക്കെ പെയർ വരുന്നത് നോർമൽ പ്രൈസാണ് വരുന്നത്. ഇപ്പം നമ്മുടെ അവൈലബിൾ ആണോ? ഇത് ചിക്സ് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഇവർ ഏകദേശം എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവരല്ല, വേറെ പെയറുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഷോ ചെയ്യുന്നത് മാത്രമാണെന്നുള്ളൂ. ഓക്കെ ഓക്കെ. ഈ ഒരു ബ്രീഡ് അമേരിക്കൻ ഫ്രിസിലറാണ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ കുക്കുവിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇത് കോമൺ ആണ്, നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും സൈസ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇത് നല്ല ഹ്യൂജ് സൈസാണ്. അമേരിക്കൻ ഫ്രിസിലറിൽ തന്നെ നല്ല ഹ്യൂജ് സൈസ് തന്നെയാണിത്. നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുക്കും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്.
ഇതിൻ്റെ ചിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ബ്രീഡിംഗ് പെയർ വന്നിട്ട് ഈ ഒരു പെയറിനൊക്കെ നമുക്ക് ഏകദേശം ഒരു 8,000 രൂപ വരെ റേറ്റ് വരുന്നുണ്ട് ബ്രീഡിംഗ് പെയറിന്. ഇതൊക്കെ സെയിലിനാണോ? ഇതൊക്കെ സെയിലിനുള്ളതാണ്. സെയിലിനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചിക്സ് വന്നിട്ട് ഒരു പെയർ 5,000 രൂപ ആ റേറ്റിൽ. സൈസ് ഡിപ്പെൻഡ് ആണ് പ്രൈസ് അല്ല. ഓക്കെ ഓക്കെ, കൊടുക്കാനുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. ഈ ബ്രീഡിൻ്റെ നെയിം പെക്കിൻ ബാൻഡ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിലുള്ള ബൂട്ട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് സൈസും ആയിരിക്കും. നല്ല ബോൾ ഷേപ്പായിരിക്കും. ഇതിൻ്റെ ഫുള്ളി അഡൾട്ട് ആകുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് നല്ല ബോൾ ഷേപ്പായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ലൈനേജ് ആണ്. ഇത് ഒരു അഡൾട്ട് ബ്രീഡിംഗ് പെയറിനൊക്കെ ഒരു 6,000 ഒക്കെ പ്രൈസ് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവൈലബിൾ ആണോ? കൊടുക്കാൻ അവൈലബിൾ ആണ്. ഈ പെയർ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു 4,000 രൂപ റേറ്റിന് കൊടുക്കാവുന്നതാണ്. അതെ, ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബ്രഹ്മ കൊളംബിയൻ ബ്രഹ്മയാണ്. ഇപ്പോൾ ബ്രഹ്മയിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കൊളംബിയൻ ബ്രഹ്മ. ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, ചിക്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്രീഡിംഗ് പെയർ വന്നിട്ട് ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഒരു 35,000 രൂപ റേറ്റ് ഉണ്ട്. ചിക്സ് വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസം 3 മാസമൊക്കെ പ്രായമുള്ളതിന് ഒരു 8,000 to 10,000 പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഈ ഷേപ്പും ഈ ബൂട്ട്സൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഇത് നേരിൽ കാണുന്നവർക്ക് ഇത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് നല്ലതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആണ് ചിക്സ്. ഇത് അവൈലബിൾ ആണ്, ചിക്സ് അവൈലബിൾ. ഓക്കെ, ഇതൊരു ബ്രീഡ് ഇപ്പോൾ ബ്രഹ്മയിലൊരു വെറൈറ്റി കളർ വന്നേക്കുന്നതാണ്. മാർക്കറ്റിൽ ഇത് പുതിയതാണ്. ഈ ബ്രീഡിൻ്റെ പേര് റെഡ് കുക്കു ബ്രഹ്മയാണ്. കുക്കു ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഡാർക്ക് കളറാണ്. ഇത് അതിൻ്റെ തന്നെ റെഡ് കളർ കുക്കു ആണ്. ഇത് ബ്രീഡിംഗ് പെയർ വന്നിട്ട് ഇപ്പോൾ 20,000 പെയർ റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പെയറുകൾ കൊടുക്കാനുള്ളതാണ്. ഇതൊരു പീസും നമുക്കൊരു 5 രൂപ വെച്ച് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. റെഡ് കുക്കു ബ്രഹ്മയാണിത്. ഇത് ജാപ്പനീസ് വെറൈറ്റി. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇത് ജാപ്പനീസ് വെറൈറ്റിയാണ്. അതിൽ ജാപ്പനീസിൽ മോട്ടിൽഡ് ജാപ്പനീസ് ബാൻഡാണ്. ഇമ്പോർട്ടൻ്റ് ലൈനേജാണ്. ജപ്പാനാണ് ഇവരുടെ കൺട്രി. വളരെ ഷോർട്ടായിരിക്കും. നല്ല എഗ്ഗിങ് കൊണ്ട് നല്ല പ്രൊഡക്ഷൻ ഉള്ളൊരു ബ്രീഡാണിത്. നമ്മുടെ സെയിലുണ്ട്. ഇത് കാണിക്കുന്ന ഐറ്റം നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ്. പെയർ ഒരു 8,000 രൂപ വരും. അഡൾട്ട് പെയറിൻ്റെ റേറ്റ് ആണ്. ഒരു എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാറാണ്. അതെ, ഓക്കെ ഓക്കെ. ഈ ബ്രീഡിൻ്റെ പേര് ഈജിപ്ഷ്യൻ ഫയോമി എന്നാണ്. ഇത് എഗ് പർപ്പസിന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എക്സോട്ടിക്കായിട്ടും യൂസ് ചെയ്യും. നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ബ്രീഡാണ്. ഇതിൻ്റെ ചിക്സ് ഒന്നും ഒട്ടും ചത്തൊന്നും പോകത്തില്ല. നല്ല എല്ലാം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്കത് മൊത്തം കിട്ടും. ഇതിപ്പോൾ നിലവിൽ ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇതെൻ്റെ ബ്രീഡിംഗ് പർപ്പസിനുള്ള കേജസ് അല്ല. നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം സെയിലിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണിത്. ഹോൾഡ് ചെയ്യാനുള്ള കേജസ് ആണ് എനിക്ക്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം നമ്മൾ നേരത്തെ കാണിച്ച കോഴികളാണ്. കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ കാണിച്ച കോഴികളാണ്. അതെ, ഇത് ജസ്റ്റ് എനിക്ക് ഹോൾഡിങ്ങിനുള്ള സ്പേസ് ആണ്. എന്റെ ബ്രീഡിംഗ് മൊത്തം നടക്കുന്നത് പാലായിലാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ ബ്രീഡിംഗ്, ഒരു സ്ഥലത്ത് തന്നെ മാർക്കറ്റിങ്ങും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിങ്ങിനുള്ള സ്ഥലം വേറെ കണ്ടെത്തുക, പിന്നെ ബ്രീഡിങ്ങിനുള്ള സ്ഥലം വേറെ കണ്ടെത്തുക. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു മിക്സ്ഡ് ഫാം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. മിക്സ്ഡ് ഫാം. നമുക്ക് ഇതിനകത്ത് പിജിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വേറൊരു വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. ആളിപ്പോ ചിലപ്പോൾ പറന്നു പോകും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റിന് വേണ്ടി തൂക്കിയിട്ടായിരുന്ന ഒരു ചട്ടിയാണ്. ഇവിടുത്തെ പ്രാവുകള് വന്നിട്ട് ഇതില് എഗ്ഗ് ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അവർ സ്വന്തമായി കൂട് കൂട്ടി അല്ലേ. അത് നല്ലൊരു കാഴ്ചയാണ്. ഞാൻ ഇതിന്റെ ഇടയിൽ അത് ആഡ് ചെയ്യാൻ അവരിയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രാവുകൾ, പിന്നെ കൂടാതെ എന്തൊക്കെയുള്ള ജീൻസും എല്ലാം അത്യാവശ്യം നൺസ്, ഓസ്ട്രേലിയൻസ്, ഫാൻറ്റെയിൽസ്, ചൈനീസ് ഔള്, അതുപോലെ തന്നെ ഷോർട്ട് ഫേസ്, അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് പീജിയൻസും നമുക്കിവിടെ ചിക്സ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ അതുപോലെ തന്നെ പപ്പീസും അവൈലബിൾ ആണ്. പപ്പീസ് ഏതൊക്കെ ഇനം പപ്പീസാണ് അവൈലബിൾ? നോർമൽ പപ്പീസ്, ഒത്തിരി ഹൈബ്രിഡ്സ് അല്ല. നമുക്ക് നോർമലായിട്ട് ലാബ്, അതുപോലെ തന്നെ നമ്മുടെ പോമറേനിയൻ, ഡാഷ്, അങ്ങനെയുള്ള പപ്പീസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന നമുക്ക് ജസ്റ്റ് ഇത് നമ്മുടെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൂടാണിത്. ഇതൊക്കെ നമ്മുടെ സെയിലിനുള്ള ബേഡുകളുടെ മുഖ്യൊക്കെ സെയിലിനുള്ള ബേഡുകൾ. ഇതിനൊക്കെ എന്ത് റേറ്റിന് കൊടുക്കണേ? ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 2,000 രൂപയ്ക്കാണ് പെയർ കൊടുക്കുന്നത്. പെയർ 2,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ അവർക്ക് എഗ്ഗിങ് ബോട്ടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാടൻ പ്രാവൊക്കെ മുട്ടിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വക പ്രാവും, നാടൻ പ്രാവ് ഇപ്പൊ സെയിൽ ചെയ്യണില്ല. ഭൂരിഭാഗം എല്ലാ പ്രാവാണ്. ഇതിനുള്ളിൽ കാണുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക്
കിട്ടുന്നതാണ്. ഇവിടെ എല്ലാം സെയിലുള്ളതാണ്, ഇവിടെ ഒന്നും സെയിൽ ചെയ്യാതില്ല. പിന്നെ അതുപോലെ തന്നെ കാറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. കിറ്റൻസ് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ. കിറ്റൻസ് അവൈലബിൾ ആണ്. ഇത് ക്രോസ് പീജിയൻസ് ആണ്. ക്രോസ് പീജിയൻസ് ആണ്. ഇതെല്ലാം സെയിലുള്ളതാണ്. ഇതൊക്കെ കിറ്റൻസ് ആണ്. കിറ്റൻസ് ഒക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് പീസ് 10 രൂപ. 10 രൂപ. മെയിലാണത്? അത് മെയിൽസ് ആണ്. 10 രൂപ. ഇത് മെയിൽ തന്നെയാണല്ലേ? മെയിലാണ്. നമുക്ക് ഇവിടെ ഒരു പെയർ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫീമെയിൽ ക്യാറ്റാണ്, നല്ല ക്വാളിറ്റി ക്യാറ്റാണ്. ഓക്കെ, ഇത് ഫീമെയിൽ ആണ്. നമുക്ക് അവിടെ ഒരു ഹിമാലയൻ മെയിൽ ഉണ്ട്. അതൊരു പെയറായിട്ട് സെയിലിനുള്ള ഡിഫറെന്റ് ബ്ലഡ് ലൈൻ. എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് പെയർ ഞാൻ കൊടുക്കുന്നത് 26,000 രൂപയ്ക്കാണ്. 26,000 രൂപ രണ്ടും കൂടി അല്ലേ? അതെ അതെ. അതിന്റെ ഫീമെയിൽ ലാബിന്റെ പപ്പിയാണ്. അത് സെയിൽ, അത് ഓൾറെഡി സെയിൽ ആയതാണല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കോഴികളും പ്രാവുകളും ഒക്കെ കാണാം. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച കോഴികളുടെ എല്ലാത്തിനും ചിക്സ്, അതായത് അഡൽട്ട് സ്റ്റേജ് ആയുള്ള ചിക്സ് ആണ് കിടക്കുന്നത് അല്ലേ? നമുക്ക് 2 months തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണല്ലേ? ചില ടൈമുകളിൽ നമ്മൾ ഡേ ഓൾഡ് ചിക്സിനെയും സെയിൽ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു കോളനി മൊത്തം അറേഞ്ച് ചെയ്യാനായിട്ട് എത്ര ചെലവ് വന്നിട്ടുണ്ട്? നമുക്ക് ഏകദേശം ഒരു 5 ലക്ഷം രൂപ അടുത്ത്. അതായത് ഇതും അപ്പുറത്തെ കൂടുതലും അപ്പുറത്തെ കേജുകളെല്ലാം കൂടിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഒരു 5 ലക്ഷം രൂപ അടുത്ത്. ഇത് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പ്രാവുകളും കിളികളും കോഴികളും എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കോഴികളുടെയൊക്കെ ശബ്ദം ഒരുപാടുണ്ട്, കാരണം അത്രയധികം കോഴികൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രാവുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഏത് പ്രാവിന് വേണമെങ്കിലും സെയിലിനുള്ളതാണ്. പ്രാവ്, പിന്നെ അതുപോലെ മുയിലും കുഞ്ഞുങ്ങളുണ്ട്. മുയിലും കുഞ്ഞുങ്ങളൊക്കെ എന്ത് റേറ്റ് ആണ്? മുയിലും കുഞ്ഞുങ്ങൾ ഞങ്ങളിവിടെ കൊടുക്കുന്നു പെയർ 600 രൂപ. 600 രൂപയ്ക്കാണ് നമ്മൾ പെയർ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ഇതൊക്കെ നാടൻ മൊയിലുകളല്ലേ? നോർമൽ മൊയിലുകൾ. ലോക്ക്ഡൌണിന്റെ ടൈമിൽ നമുക്ക് ഒത്തിരി പെറ്റ്സ് ആയിട്ട് റാബിറ്റ്സ് കൊണ്ടുപോകുന്നുണ്ട് പിള്ളേർ വന്നിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് അങ്കോറ അവൈലബിൾ ആണ്. ജർമ്മൻ അങ്കോറ അവൈലബിൾ ആണ്. നമുക്കത് അതിന്റെ വിഷ്വൽസ് കാണിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പെറ്റ്സിന്റെ മെയിൻ സെക്ഷൻ, അതായത് നിങ്ങൾക്കുള്ള എല്ലാ വക കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എലികൾ, എല്ലാ വക ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് ചിക്സ് ആണല്ലേ? ഇത് മില്ലി ഫ്ലവർ എന്ന് പറയും. ഇത് മില്ലി ഫ്ലവർ അവൈലബിൾ ആണ്. ചിക്സ് അവൈലബിൾ ആണ്. സിൽവർ പോളിഷ് ക്യാപ്പ്. നമുക്ക് ചെറിയൊരു ഗ്ലയർ ഉണ്ട് കേട്ടോ അവിടെ. ഇത്തിരി സിറ്റുവേഷൻ മോശമാണ്. നമുക്ക് ഗ്ലയറും കാര്യങ്ങളുള്ള കാരണം നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല എന്ന് വരും. നമ്മൾ ഇതിന്റെ പേരൻസിനെ എല്ലാത്തിനും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പുറത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ കാണിച്ചാൽ നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളൊരു 21 വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മൊത്തം എത്ര വെറൈറ്റി? 35 വെറൈറ്റി ഉണ്ടല്ലേ? ഒരു 60 വെറൈറ്റിയോളം നമുക്ക് ഉണ്ട്. കാണിച്ചിട്ട് കുറച്ച് വെറൈറ്റി ആണ്. മെയിൻലി നമ്മുടെ പാലയിലുള്ള ഫാമിലാണ്. നമ്മുടെ ഇതല്ലാട്ട് ഇവര് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സെയിലിനുള്ള പേടുകൾ മൊത്തം സെയിലിന് കിട്ടുന്നത് ഇവിടെയാണ്. ഇത് നമ്മുടെ കീഴിലം, പെരുമ്പാവൂർ കീഴിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കംപ്ലീറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കയറി വാങ്ങാവുന്നതാണ്. നമുക്ക് നമ്മുടെ പെറ്റ്സുവിന്റെ ലിങ്ക്, ലൊക്കേഷൻ ലിങ്ക് നമ്മൾ ഇത് കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ കണ്ട ചെറിയ ചെറിയ എലികള്, ഹാംസ്റ്റേഴ്സ്, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ വക സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. മൈസ്, ഇതൊക്കെ മൈസ് അല്ലേ? ഇത് മിനിയേച്ചർ മൈസ് ആണ്. ഇത് നമ്മുടെ ചൈനീസ് ഹാംസ്റ്റർ ആണ്. ചൈനീസ് ഹാംസ്റ്റർ അല്ലേ? ഓക്കെ. അടിപൊളി. ഇതൊക്കെ ചിക്സ് ആണ്. നമ്മളിത് ഹോൾഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നമ്മളിവിടെ വീഡിയോയിൽ കാണിച്ച ഏത് ബേഡിന്റെ ഏത് കോഴിയുടെ ചിക്സ് വേണമെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഫാമുകളിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ ചിക്സും നമുക്ക് വാക്സിനേറ്റഡ് ആയിരിക്കും. ഓക്കെ. വാക്സിനേറ്റഡ് ചിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ലെസോട്ട, IBD എല്ലാ വാക്സിനേഷനും കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വലിയൊരു സെറ്റപ്പിൽ ഞാൻ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് മുടക്കി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലപ്പര വെച്ച് കോഴികൾക്ക് അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിത് ചെയ്തേക്കുന്ന ഓല വെച്ചിട്ടാണ്. കാരണം നമുക്കിത് ഒത്തിരി ചൂട് കുറയ്ക്കും. ഒരിക്കലും ചൂട് കോഴികൾക്ക് അത്ര നല്ലതല്ല. മാക്സിമം ചൂട് കുറയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച ഇത് നമ്മുടെ നോർമൽ ലൈറ്റ് ആണ്. നമ്മുടെ സിൽവർ ലൈറ്റ്സ് ആണ്. ഇതിന് നമ്മൾ നേരത്തെ കാട്ടിയില്ല അല്ലേ? അതെ, നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കോഴികൾ, ഒരു വെറൈറ്റി ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അവൈലബിൾ. ഇത് അതുപോലെ തന്നെ വൈറ്റ് ബ്രഹ്മയാണ്. പ്യുവർ വൈറ്റ് ബ്രഹ്മ. ഇത് ഇമ്പോർട്ടഡ് ആണ്. പുറത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എഗ് കൊണ്ടുവന്നാണ് ഇതൊക്കെ. ഇതൊക്കെ സെയിലുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ കാണിച്ചാൽ ഈജിപ്ഷ്യൻ ഫയർ നമുക്കത് കറക്റ്റായിട്ട് കിട്ടി. പുറത്ത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ കാട്ടിയുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സെയിലുള്ളത് തന്നെയാണല്ലോ കംപ്ലീറ്റ്. ഇത് നമ്മുടെ പുതിയ ബ്രീഡാണിത്. നമ്മൾ നേരത്തെ കാട്ടിയത് നമ്മൾ കാണിച്ചാൽ റെഡ് കുക്ക് ബ്രഹ്മ, ബ്രഹ്മ നമ്മൾ നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിലുള്ള തന്നെയാണ്, കംപ്ലീറ്റ്ലി സെയിലുള്ള തന്നെയാണ്. കോഴികളുടെ സൗണ്ട് നമുക്ക് ഇത്തിരി ഇറിറ്റേറ്റഡ് ആണ്, എങ്കിലും അതൊക്കെ സഹിച്ചേ പറ്റൂല്ലേ. ഇത് നമ്മുടെ നാടൻ പുള്ളിക്കോഴി, പ്യുവർ നാടൻ പുള്ളിക്കോഴി. ഇപ്പൊ നല്ല ട്രെൻഡ് അയക്കുന്ന ഒരു ബ്രീഡാണിത്. ഈ ലോക്ക്ഡൌണിൽ പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ അല്ല, ഇത് നമ്മുടെ പഴയ തനി നാടൻ. പേരൻസ് ആണല്ലോ അത് നമ്മൾ ജസ്റ്റ് സാമ്പിളിനെ കൊണ്ടുവന്നേക്കുന്നതാണ്. ചിക്സ് അവൈലബിൾ ആണ്. നമുക്ക് ചിക്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ചിക്സ് അല്ലേ? അതെ. പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. എന്ത് റേറ്റ് വരേണ്ടത്? ഏകദേശം 400 രൂപ ഒരെണ്ണത്തിനിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമുക്ക് ഇത് ബ്രീഡിംഗ് പെയറിന് തന്നെ ഒരു മെയിലിന് 1500 രൂപ, പെടയ്ക്ക് ഒരു 1000 രൂപയൊക്കെ വിലയുണ്ട്. നോർമൽ നാടൻ കോഴിയാണ്. അതിന്റെ ആ പ്രിന്റ് മാത്രമാണ് അതിന് ഒരു
വ്യത്യാസമായിട്ടേ ഉള്ളൂ പറയാനുള്ളത്. അത് നമുക്ക് കരിങ്കോഴി അവൈലബിൾ ആണ്, കരിങ്കോഴി, നോർമൽ സിൽക്കീസ് അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് രണ്ട് സിൽക്കിനെ നമ്മുടെ ചേട്ടൻ തരാമെന്ന് പറഞ്ഞിട്ടാ. നമ്മളിത് അതായത് ഈ 2 സിൽക്കിനെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്നെ നമ്മുടെ സ്പാനിഷ് വൈറ്റ് ഫേസിന്റെ ചിക്കാണത്. ഈ കാണുന്നത് ആ കാണുന്നത് സ്പാനിഷ് വൈറ്റ് ഫേസിന്റെ ചിക്കാണ്. അതിന്റെ ഒരു പേര് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അത് ബ്ലാക്ക് കോപ്പർ മാരന്റെ ചിക്കാണ്. അത് എല്ലാത്തിന്റെ ചിക്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ ഈ വീഡിയോ എടുത്തത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിക്സിനെ സെയിൽ ചെയ്യാനും കൂടിയിട്ടാണ് അല്ലേ ചേട്ടാ? അതായത് നമ്മുടെ എക്സോട്ടിക് പൗൾട്രീസിൽ കൊടുക്കാവുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മിക്സ് ഇല്ലാത്ത രീതിയിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിനാണ് ഈ ചോളം? ഇത് നമ്മൾ അറക്കപ്പൊടി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അതിൻ്റെ മോഷൻസ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ രാത്രിയിലെ തണുപ്പ് ഇത് ചൂട് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രി നമുക്ക് തണുപ്പും മാനേജ് ചെയ്യാനായിട്ടും അത് നല്ലതാണല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിംഗ് വിശേഷങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഫീമെയിലിന്റെ ആ വൈറ്റിന്റെ കണ്ടതിന്റെ ഒരു പേരാണ് ഹിമാലയൻ കിടക്കുന്നത്. ഒരു പേര് കിടക്കുന്നത് നല്ല. ഇത് മെയിലാണല്ലേ? മെയിലാണ്. ഡിഫറെന്റ് ബ്ലഡ് ലൈനുമാണ്. നല്ലതായിട്ട് ബ്രീഡിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു പേര് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അടിപൊളി കിറ്റൻസിന് കിട്ടുന്നതായിരിക്കും. 26,000 നമ്മൾ പേര് പറയുന്നത്. പേരായിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. പേരായിട്ട് കൊടുക്കുന്നവർക്ക് പേരായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് കൊടുക്കാം അല്ലേ? ഇത് നമ്മുടെ മോട്ടൽഡിന്റെ സിൽക്കി മില്ലി ഫ്ലവർ, പോളിഷ് ക്യാപ്പ് എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും ചിക്സ് ആണല്ലേ? അതിന് മില്ലി ഫ്ലവർ നമുക്കിവിടെ സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈക്കസ്, പോളിഷ് ക്യാപ്പ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഒന്നിനും പ്രശ്നങ്ങൾ നിൽക്കേണ്ട. നിങ്ങൾക്കുള്ള എല്ലാ വക സാധനങ്ങളും നമുക്കിവിടെ ചിക്സ് ആണ് ഇട്ടിട്ട് കിടക്കുന്നല്ലേ? ഓക്കെ. ഇത് നമ്മുടെ ഈജിപ്ഷ്യൻ 5 ചിക്സ് ആണ്. ഇതൊക്കെ എത്ര മാസം? ഇത് 2 മാസം. 2 മാസമായ കുഞ്ഞുങ്ങളാണ്. 2 മാസമായിട്ടാണല്ലേ? അതെ. പിന്നെ നമ്മുടെ പെടയും ചാത്തനും പെടയും പൂനൊക്കെ കണ്ടുകൊടുത്തിട്ടാണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് മുടക്കിയിട്ട് തന്നെ നമ്മുടെ ചേട്ടനോട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാലയില ഫാം പിന്നീട് ഒരു ദിവസം നമുക്ക് കാണിക്കാമല്ലോ ചേട്ടാ? നമുക്കിപ്പോൾ ഒരു ദിവസം കാണിക്കാം. പിന്നെ ഇവിടുത്തെ ഓരോ മുട്ടകൾക്കും ഇങ്ങനെ ഓരോ നമ്പർ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മോഡൽസ്? അത് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നമ്മൾ എന്ന് ഇത് വിരിയും എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ ചെറുതായിട്ട് ഇരുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിംഗ് സെറ്റപ്പ്. നിങ്ങൾക്കപ്പോൾ ഏതെങ്കിലും കോഴികളൊക്കെ വാങ്ങണം, ധൈര്യമായിട്ട് ഇവിടുന്ന് വാങ്ങാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് കോഴികൾ തന്നെയാണ് നമ്മുടെ പെറ്റ്സ് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴികളെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ നമ്മുടെ ഈ കീഴിലത്തുള്ള ഈ ഫാമിൻ്റെ ഐരാപുരത്തുള്ള ഈ ഫാമിൻ്റെ ലൊക്കേഷൻ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ചു വെച്ച് എല്ലാ വക ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വക ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാനല്ലെങ്കിലും എന്ത് സാധനത്തിന് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ, അതായത് നമുക്ക് എന്ത് സിംറ്റംസ് പറയുവാണെങ്കിൽ നമുക്ക് അതിനുള്ള മെഡിസിൻസ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല, എക്സ്പീരിയൻസ് ആണ് നമുക്ക് എക്സ്പീരിയൻസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഡിസിൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ പെറ്റ്സ് ഫാമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും പറയാനൊന്നുമില്ലല്ലോ? ഇല്ല, ഇനി നമ്മൾ കൂടുതൽ വെറൈറ്റീസ് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ബൈ.